പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നെറ്റിന് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് വേണ്ട പോലെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ടുഡേ വി ആർ ഡിസ്കസിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റൈസോസ്ഫിയർ എഫക്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റൈസോസ്ഫിയർ എഫക്ട്? ദി റൈസോസ്ഫിയർ ഈസ് ദ സോയിൽ റീജിയൻ ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് പ്ലാന്റ് റൂട്ട്. പ്ലാന്റിന്റെ റൂട്ടുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ഉള്ള മൈക്രോ ഓർഗാനിസം പ്ലാന്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് റൈസോസ്ഫിയർ എഫക്റ്റ് എന്ന് പറയാം. Within the rhizosphere, the plant roots exert a direct influence on the soil bacteria. This influence known as is the rhizosphere effect. അതായത് മൈക്രോ ഓർഗാനിസം ഒരു പ്ലാന്റിന്റെ റൂട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റൈസോസ്ഫിയർ എഫക്റ്റ് എന്ന് പറയാം. In the rhizosphere, microbial population reach much higher densities in the rhizosphere than the free soil. The rhizosphere microbial population വളരെ വലിയ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് than that of the normal soil. See, this is actually the plant microbe interaction concept. പ്ലാന്റും മൈക്രോബും ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞ റൈസോസ്ഫിയർ എഫക്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതെല്ലാം പറഞ്ഞതാണ്. SS റേഷ്യോ എന്താണ്? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് SS റേഷ്യോ. S means refers to the soil of non-rhizosphere. R refers to the soil of rhizosphere. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കാണാം എന്താണ് non-rhizosphere. എന്താണ് non-rhizosphere? The region away from the roots of living plant. Region away from the root. റൂട്ട് അല്ലാത്ത പോർഷനിലുള്ള ഏരിയക്കാണ് rhizosphere or non-rhizosphere എന്ന് പറയാം. It is a region remote from the root system from living plants. Region of the soil which is not subjected to the influence of the plant root. Prevail poor microbiological activity than the soil in the vicinity of the plant root. That is called non-rhizosphere. സാധാരണ ഡ്രൈ സോയിലാണ് ഇത്തരത്തിലുള്ള പ്രോസസ് സാധാരണ കാണാറ്. ഓക്കെ, റൈസോസ്ഫിയർ എഫക്ട് ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞു. നൗ ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫില്ലോസ്ഫിയർ? The phillosphere is a term used in microbiology to refer to the total above ground portion of the plant habitat for microorganism. അതായത് above the soil ആണ്. റൂട്ടിന്റെ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം റൂട്ടിന്റെ ബേസിലാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് above റൂട്ട് ആണ്. റൂട്ടിന്റെ തൊട്ട് മുകളിലായിട്ട് പ്ലാന്റ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും മൈക്രോ ഓർഗാനിസത്തിനാൽ. That is what is called phillosphere. Phillosphere is the term used in microbiology to refer the total above ground portion of plants as a habitat of microorganism. അതായത് പ്ലാന്റിന്റെ സ്റ്റെം അതേപോലെ തന്നെ ലീഫ് പോലെയുള്ള ഭാഗങ്ങളിൽ പ്ലാന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പോർഷനെയാണ് അല്ലെങ്കിൽ മൈക്രോബിയൽ അസോസിയേഷൻ ആണ് മൈക്രോ ഫില്ലോസ്ഫിയർ എന്ന് പറയുന്നത്. Phillosphere may provide niche for nitrogen fixation and secretion of substance capable of promoting the growth of the plants. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട്. സി, യു ക്യാൻ സി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഓൺ ദ ലീഫ്, യു ക്യാൻ സി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ദ സ്റ്റെം എക്സെട്ര. സി, നമ്മൾ റൈസോസ്ഫിയറും ഫില്ലോസ്ഫിയറും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് പലപ്പോഴും പ്ലാന്റിന്റെ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോയിൽ ടൈപ്പ് ആൻഡ് മോയ്സ്ചർ, സോയിൽ അമെൻമെന്റ് ആൻഡ് ഫെർട്ടിലൈസർ, സോയിലിനെ നന്നാക്കി എടുക്കും, ദെൻ സോയിൽ pH-നെ മാറ്റും, then proximity of the root with the soil, plant species, age of plant, root exudates or excretion, ഇതെല്ലാം പ്ലാന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോർഷൻ ആണ്. അതേപോലെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എക്സ്പാൻഡ് PGPR, that is plant growth promoting rhizobacteria. Rhizobacteria are usually referred to as the plant growth promoting rhizobacteria. Rhizobacteria are root colonizing bacteria that from symbiotic relationship with many plants. PGPR have different relationship with different species of host. PGPR have different relationship with different species of host plants. PGPR enhance plant growth by direct and indirect means, but specific mechanism involving have not all been characterized. The PGPR enhance the plant by fixing nitrogen by nitrogen fixation. They are an important group of microorganism used as biofertilizer. അല്ലെ, വളരെ പ്രധാനമായിട്ടും ബയോഫെർട്ടിലൈസറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. Some of the PGP are
Pseudomonas, Acetobacter, Azospirillum. See, the another important terminology we already പഠിച്ചതാണ് എന്നാലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും write a note on mycorrhiza. എന്താണ് mycorrhiza? A mycorrhiza is a symbiotic association between a fungus and the roots of vascular host. The plant captures the energy coming from the sun by means of chlorophyll and supplies it to the fungus, and this one feed water and mineral nutrient taken up from soil to the plant. This union takes place in the roots of plants. Most plant species are capable of entering in this society through some families like Brassicaceae and Chenopodiaceae. Mycorrhiza are commonly divided into ectomycorrhiza, endomycorrhiza. So ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ +1 തൊട്ടേ പഠിക്കുന്നതാണ്. ജസ്റ്റ് ചോദിച്ചാൽ പറയണം എന്താണ് mycorrhiza. Mycorrhiza and endomycorrhiza. Ectomycorrhiza, the hyphae of ectomycorrhizal fungi do not penetrate individual cell within the root. This consisting of hyphal sheath or mantle covering the root tip and a hearting net of hyphae surrounding the plant cell within the root cortex. അതായത് റൂട്ടിന്റെ ഉള്ളിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ അസോസിയേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. Then what about endomycorrhiza or arbuscular mycorrhiza? The hyphae of endomycorrhizal fungi penetrate the cell wall and invaginate the cell membrane. These are characterized by the formation of unique structures such as arbuscules and vesicles by the fungus. Now, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോബയോളജി ഓഫ് വാട്ടർ. കഴിഞ്ഞ ദിവസം ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. വാട്ടർ ബോഡീസ് ആർ ദ ഹാബിറ്റ് ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല, മഴക്കാലത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് വി ക്യാൻ സേ ദാറ്റ് ദ മൈക്രോ ഓർഗാനിസം ആർ enriched within the water due to the influence of different factors. Microorganism, fish, microinvertebrates, mammals, crocodiles, etc. are always present. Microorganisms like bacteria, virus, protozoa, microalgae, etc. are also available in the water. So, water microflora is nothing but the influence of microorganism on the water is called water microflora, which contain different type of micro and macroorganism. Microorganism not typical from water, example from fecal origin, can survive in water but not develop there. It is a way for being transported to the host. പലപ്പോഴും പല രീതിയിലും മൈക്രോ ഓർഗാനിസം വാട്ടറിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. ഒന്നുകിൽ ഫീക്കൽ ഒറിജിൻ എന്ന് പറയും, ഫീക്കൽ, ദാറ്റ് മീൻസ് അവരുടേതായ രീതിയിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫീക്കൽ ഒറിജിൻ. The few that survive have an increased capacity for infection or high pathogenic power in the reduced amounts. Virus cannot multiply in water bodies but free associated to bacteria, parasites and suspended solids can reach the consumer. വാട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എവിടെ ആയിരിക്കും? വി ക്യാൻ സേ ദാറ്റ് ഇൻ ദ വാട്ടർ ബോഡിയിൽ വേറെ ആളുമായിട്ട് വൈറസ് കനോട്ട് മൾട്ടിപ്ലൈ ഇൻ വാട്ടർ ബോഡി, ഒരിക്കലും വാട്ടറിൽ മൾട്ടിപ്ലൈ ചെയ്യില്ല, ബട്ട് ഫ്രീ അസോസിയേറ്റഡ് ടു ബാക്ടീരിയ. പലപ്പോഴും ഇത് വേറെ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറ്. Then what are the different types? Infection by bacteria, virus and parasite pathogens. ഒരു ടൈപ്പ് അതാണ്. Then intoxication, only bacteria byproducts. Then other example, algal toxins. Activates immune system. So പലപ്പോഴും മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ ഈ രീതിയിലാണ് ബോഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത്. ഒന്ന് ഇൻഫെക്ഷൻ ആയി, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ ആയി, അല്ലെങ്കിൽ മറ്റു രീതിയിൽ. Then you can see here different Oliver roots. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്ന ടീമുകളാണ്. ഒലിവർ റൂട്ട്സ്, you can search in the Google. You can get more and more information from this. How the pathogen reach the consumer. എങ്ങനെയാണ് വെള്ളത്തിലുള്ള പാത്തോജൻ നമ്മളിലേക്ക് എത്തുന്നത്? Drinking. Adhered to salt particles and sediments, example clay. Mobilized by water by kinetic energy, directly suspended in water. Then by contact, indirectly, example cloth, irrigated food, etc. Contact with the skin or and mucosae. Then breathing ലൂടെ നമുക്ക് പറ്റും. That is called aerosols. ഇപ്പൊ നമ്മൾ മാസ്ക് ഇടുമ്പോൾ നമുക്ക് ഈ ഒരു സമയം ഒരുപാട് അസുഖം കുറഞ്ഞിട്ടുണ്ട്. കൊറോണനെ നമ്മൾ പേടിക്കുകയാണെങ്കിൽ പോലും പല രീതിയിലുള്ള അസുഖങ്ങളും
നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. That because of the mask. See, once inside the body, there is an answer of the immune system, the human body contain. Then that is called phagocytosis, bacteria, virus, by white blood cell, leukocytes, etc. Okay, നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ microbes present in the water ആണ്. Actually, we are going to discuss about that topic. Water related health problems are caused by organism, illness or chemicals usually called toxicity. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് വാട്ടർ റിലേറ്റഡ് ടോക്സിസിറ്റി. ഓർഗാനിസം ഓർ ഡിറൈവ്ഡ് എക്സിസ്റ്റിംഗ് ഇൻ നാച്ചുറൽ വാട്ടർ, ദാറ്റ് ഈസ് ബാക്ടീരിയ ഉണ്ടാവും ഒരു മൈക്രോ ഓർഗാനിസം ആയിട്ട്, പാരസൈറ്റ് ഉണ്ടാവും, വൈറസ് ഉണ്ടാവും, സം കെമിക്കൽസ് ഫ്രം ബയോളജിക്കൽ ഒറിജിൻ എക്സെട്ര. ദ റോൾ ഓഫ് വാട്ടർ ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ പലപ്പോഴും മൈക്രോ ഓർഗാനിസം ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ട്രാൻസ്പോർട്ട്, ഒരു മീഡിയ മാത്രമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മൈക്രോബില് വാട്ടറിന്റെ, അല്ലെങ്കിൽ വാട്ടർ പ്രധാനമായിട്ട് നിർവഹിക്കുന്ന ഒരു റോള്. ഡയറക്ട്ലി ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട മൈക്രോബ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് പ്രോട്ടോസോവ, വേംസ്, ബാക്ടീരിയ, വൈറസ്. ബൈ യൂസിങ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ബാക്ടീരിയ ആൻഡ് വൈറസ്, ഇൻഡയറക്ട്ലി ടെക്സ്റ്റ് ഡിറ്റക്ടിങ് പാർട്ട് ഓഫ് ദ ഓർഗാൻസ്. ഇങ്ങനെ പല രീതിയിലും വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻ? ഈ വെള്ളത്തിൽ മൈക്രോബ് ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാവുന്നത്? വാട്ടർ ക്വാളിറ്റി ത്രൂ ദ പ്രസൻസ് ഓഫ് പാത്തോജനിക് എൻട്രിക് microorganism may affect human health. Coliform bacteria, Escherichia coli and coliphase are normally used as indicators of water quality. Then it is not necessary to determine all pathogens that can appear in water. Other organisms are analyzed directly, protozoa. By size, bigger to small, parasites, bacteria, virus, prions, ഇതൊക്കെ നമ്മൾ സാധാരണ വെള്ളത്തിൽ കാണപ്പെടുന്ന micro organisms are. Other not be sized, mold, yeast and algae are also present. Okay, അപ്പൊ ഞാനിപ്പം ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മൈക്രോ ഓർഗാനിസം നമ്മൾ ഇതുവരെ പറഞ്ഞത് റൂട്ടിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക, അതിനെയാണ് നമ്മൾ റൈസോസ്ഫിയർ എന്ന് പറയാം. ഇനി വെള്ളത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ മൈക്രോഫ്ലോറ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ലിസ്റ്റ് ചെയ്ത് ഏതൊക്കെ മൈക്രോബ്സ് ആണ് വെള്ളത്തിൽ മാത്രമുള്ളത് നമ്മൾ പറയും. ജനറൽ ആയിട്ട് ഒരു ഐഡിയ നമുക്ക് വേണ്ടത്. അതിലിപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒന്ന്, ടെമ്പറേച്ചർ ബേസിൽ നമുക്ക് പറയാൻ പറ്റും സൈക്രോഫൈൽസ് 2.5 to 20 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്നതാണ്. മീസോഫൈൽ മൈക്രോ ഓർഗൻ, ദെൻ തെർമോഫൈൽ, ദെൻ ഓക്സിജന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എനേറോബിക്, ദെൻ മൈക്രോ എയറോബിക്, ദെൻ എയറോബിക്, ദെൻ ഫ്രീ വാട്ടർ ആക്ടിവിറ്റി, ദെൻ pH അസിഡിസിറ്റി. ഇതിന്റെയൊക്കെ ബേസിലാണ് പലപ്പോഴും മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ കൺക്ലൂഡിങ് ഹിയർ നൗ. And you can watch this particular video in the Moodle. And next class we will discuss the detailed aspects of water related microorganisms. അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതും, അതേപോലെ പുതുതായിട്ട് നമ്മൾ വാട്ടർ മൈക്രോഫ്ലോറ കൂടി പറഞ്ഞിട്ടുണ്ട്. Remember all these things and study well. Thank you.